വീട്ടിലുണ്ടാക്കാൻ പറ്റും മിഷ്യൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ദീർഘല്ലേ, അതായത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. നോക്കാം. എല്ലാവർക്കും ഇനി വണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയൊരു മെഷീൻ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ചൂലുണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിലൊക്കെ കാരണന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു ചൂലുണ്ടാക്കിയെടുക്കണത്. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഇതപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു ഗിയർ സിസ്റ്റം ഉണ്ട്. നമുക്ക് പഴയത് മാറ്റിയപ്പോൾ നമ്മൾ എടുത്ത് വെച്ചത് മാത്രമുള്ളത്. അപ്പോൾ നമുക്കത് എടുക്കുകയാണെങ്കിൽ അത് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോട്ടറും എല്ലാ കാര്യങ്ങളും ഈ വാഷിംഗ് മെഷീനാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇത് പെട്ടെന്ന് റിലീസാക്കി എടുക്കാൻ പറ്റും. വെറുതെ ആ ഞെട്ട് ഉരിയറിൻ്റെ വെറുതെ മുകളിൽ കൂടിയാണ് ഊർന്നു വരും. അപ്പോൾ അതുമ്പോൾ രണ്ടൊരു ചെറിയൊരു വാഷറുള്ള സംഭവം കിടപ്പുണ്ട്. അത് നമുക്കത് വെച്ച് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. നമുക്ക് ചെയ്ത് നോക്കാം അത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പീസ് മരത്തിൻ്റെ ഉണ്ട്. ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് മരത്തിൻ്റെ പീസാണ് നമ്മൾ എടുത്തേക്കണത്. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അപാകതകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മൾ മരത്തിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത്. അത് എന്നുള്ള വെൽഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പാടാണ്. പിന്നെ രണ്ടാമത് അവസാനം എന്തെങ്കിലും അപാകത വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ സ്ക്രൂ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉറപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് കൊതഞ്ഞാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് നേരെ അടിക്കുകയാണെങ്കിൽ അതിൻ്റേതായ എന്താ പറയുക ഭയങ്കര ഇളക്കവും കാര്യങ്ങളാണ്. അപ്പോൾ കൊതഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ വേറെ അനക്കമൊന്നും ഉണ്ടാവില്ല. നല്ല ബലവുമായിരിക്കും. നല്ല കഷ്ണം നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രെയിം നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴത്തെ മുകളിലും വേണമല്ലോ ഇത്. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞേക്കാണ്. രണ്ട് ഫ്രെയിമും എൻ്റെ പണിയിരുന്നേക്കാണ്. ഇനി ഇതുമ്പോൾ നമ്മൾ മോട്ടർ വെച്ച് ഹോൾ അടിച്ചിട്ട് അതുമ്പോൾ നമ്മളൊരു 6 ഇഞ്ചിന് 8 മോട്ടർ ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതുമ്പോൾ ഈ മോട്ടറിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ 8 മോട്ടറിൽ കിടക്കുകയാണെങ്കിൽ ഈ സാധനം നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ പൊക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 8 മോട്ടറുമ്പോൾ നമ്മൾ ഈ സാധനം ഉറപ്പിക്കണത്. നല്ല ബലവുമായിരിക്കും ഉള്ളത്. പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ തന്നെ കുറച്ച് സ്പിരിറ്റ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ സാധനം ചെയ്യണ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നല്ല കറക്റ്റാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബെൽറ്റൊക്കെ തെറ്റിപ്പോവും. പിന്നെ ബെൽറ്റിന് ഭയങ്കര അലൈൻമെൻറ്റൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ബെൽറ്റ് ഇടുന്നത് ഒരു കറക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഞെട്ടുമ്പോട്ടും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യണത്. അടിയിൽ മുകളിലിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ട നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യാണ് വേണ്ട. ഈ ഞെട്ടുമ്പോൾ ഇട്ടതിൻ്റെ ഗുണമെന്നാണ്. അപ്പോൾ നമുക്ക് പൊക്കെ താത്ത എന്ത് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വേറെ വ്യത്യാസങ്ങൾ സ്പിരിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് എടുത്തേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ അടിയിലത്തെ ഒരു ഷാഫ്റ്റ് മാത്രം 2 ഷാഫ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ ബാക്കിലത്തെ ഒരു ഷാഫ്റ്റാണ് എടുത്തേക്കണത്. അപ്പോൾ അതുമ്പോൾ തന്നെ ഒരു ചെറിയ വാഷർ പോലെ സംഭവം കിടപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ടത്. അത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഇന്നത്തെ കുഴപ്പം പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ നേരം വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം ചൂടാണ്ട്. ഈ സാധനം അങ്ങനെ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റ് അത് നമുക്ക് കിടന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ചൂടായി ഒരുപാട് ഹീറ്റായി പോണു. പിന്നെ നമ്മളത് മാറ്റിയത് അത് നമുക്ക് പറ്റൂലെന്ന് തോന്നിയായിരുന്നത്. അങ്ങനെ നമ്മളത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ബെയറിങ് സിസ്റ്റത്തിലോട്ട് നമ്മൾ പോയി. നമ്മൾ എടുത്തേക്കണത് ബെയറിംഗ് ആണ്. ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഭയങ്കര ഒരുപാട് ഹീറ്റായിട്ട് നമ്മൾ ആ സിസ്റ്റം തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബെയറിംഗ് എടുത്തേക്കാണ്. ഈ എടുത്തേക്കണ ബെയറിംഗ് 2 വീലറിൻ്റെ ബെയറിംഗ് ആയിട്ട് എടുത്തേക്കണത്. 2 വീലറിൻ്റെ കറക്റ്റ് ആ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ എടുത്ത ഷാഫ്റ്റ് കറക്റ്റ് സൂട്ടബിളായിട്ട് ഇറങ്ങിപ്പോടാനാണ് 2 വീലറിൻ്റെ ബെയറിംഗ് എടുത്തത്. പിന്നെ അപ്പുറത്തും നമ്മൾ ഈ ബെയറിംഗ് തെന്നിപ്പോണ്ടിരിക്കാൻ വേണ്ടി 2 തകിട് വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വെക്കണ തകിട് തിരി കൊതഞ്ഞിറക്കിയാണ് ആ പലകട നിരപ്പ് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഇനിയിപ്പോൾ നമ്മുടെ മറ്റേ വാഷിംഗ് മെഷീൻ്റെ ആ ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് അതുമ്പോൾ വാഷറൊക്കെ ഉണ്ട്. ആ വാഷറും കാര്യങ്ങളൊന്നും കളയരുത്. അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വാഷറുണ്ട്. ആ വാഷറും കാര്യങ്ങളൊന്നും കളയരുത്. അത് ആ വാഷറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ പുള്ളി അതായത് ആ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ഒന്ന് ഈ ഞെട്ടിട്ട് അവിടെ മുറുക്കി കളയണം. അപ്പോൾ നല്ല ബലവുമായി എന്നിട്ടാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു സെക്ഷൻ പണി നമ്മുടെ കഴിഞ്ഞേക്കാണ്. അതായത് നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ
അപ്പോൾ നമ്മൾ മുകളിൽ വെച്ചിങ്ങനെ പലക ഒരു 2 സെൻറ്റിമീറ്റർ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഗ്യാപ്പ് ഇട്ടേക്കണം. അതായത് എന്തെങ്കിലും ബെൽറ്റ് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കുക, ലൂസാക്കണമെങ്കിൽ ലൂസാക്കുക, അങ്ങനെ ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ അലൈൻമെൻറ്റ് ഒക്കെ എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇനി അടുത്ത ഒരു സെക്ഷൻ പണി വരുന്നത്. നമുക്ക് ആ പണിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് 1.5 ഇഞ്ച് റൗണ്ടിനാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. അതും ഒരു പൊടിയിട്ട് കൊടുക്കണം. അതായത് ഇറുക്കിൽ കയറി പോകാൻ വേണ്ടി ഭാഗത്തിലൊരു പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ 2 റൗണ്ടിലെ പീസുമേ നമ്മൾ പൊടിയിട്ട് കൊടുക്കുകയാണ്. അത് ചെയ്യണത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയൊക്കെ ഇറുക്കിൽ പല സ്ഥലത്തു കൂടിയൊക്കെ ഇറുക്കും. അപ്പോൾ കാരണം അത് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. അത് മാത്രം നമുക്ക് ഇത്തിരി ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു പണിയാണ് ഇട്ടത്. അതുപോലെ 2 ഇതുമേ ഒറ്റ അടയാളത്തിൽ വരച്ചിട്ട് അതൊരു പൊടിയിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന്. ഇതൊരു മരക്കട്ടയുടെ പീസാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുത്തിട്ട് പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ബാരിങ് അല്ല, ഇത് ഇതുപോലത്തെ ചെറിയ ബാരിങ് ഇട്ട് കൊടുത്തേക്കണത്. ഇത് ബാരിങ്ങാണ്. ബാരിങ്ങിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തും മുകളിലും ബാരിങ് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ആ ഗിയറിൻ്റെ ഉള്ളിൽ നിർത്തുന്ന ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റ് നമ്മൾ ചെറിയൊരു ഹോൾ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ അറാൾഡേറ്റിലാണ് ഈ സാധനം ഉറപ്പിച്ചേക്കണത്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ തുമ്പത്ത് തന്നെ ഒരു ചെറിയൊരു പൽച്ചക്രം പോലെ ഇരിക്കണം. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പശ തിക്കൻസിൽ ഇറക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പിടുത്തവും ഗ്രിപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ പിന്നെ അതൊരിക്കലും അനങ്ങൂല്ല അത്. അപ്പോൾ അങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അതുമ്പോൾ മെയിൻ വാഷർ കിടപ്പുണ്ടായി. അതുകൂടാണ്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ വാഷർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ വാഷ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ വാഷ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉണ്ടാക്കി തീർന്ന്. ഇപ്പോൾ നല്ല കറക്റ്റ് സാധനം വയ്ക്കണം. അതായത് അലൈൻമെൻറ്റും ഒക്കെ തീർന്ന് നല്ല പക്ക. ഇനിയിപ്പോൾ നമുക്ക് അടിയിലത്തെ ഒരു സംഭവം, അതായത് ആ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നേരെ ഞെട്ടുമ്പോട്ടുമ്പോൾ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. അങ്ങോട്ട് എനിക്ക് പിന്നെ എല്ലാ സാധനവും വീട്ടിലുണ്ടായിരുന്നു. നമുക്ക് അധികം ചിലവ് വന്നിട്ടില്ല. അങ്ങനെ ചിലവാക്കണത് 6 ഞെട്ടുമ്പോട്ടും കുറച്ച് സ്ക്രൂവും ഒരു ബിറ്റും അങ്ങനെ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ വില വന്നതിന് തന്നെ 170-180 രൂപ എനിക്ക് അങ്ങനെ ചിലവായിട്ടുള്ളത്. ആക്രിക്കടയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 300-350 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടറും എല്ലാ സാധനവും നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കുറവായിട്ട് നമുക്ക് ഈ സാധനം റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത ബീലും കൂടി നമ്മളതൊന്ന് സെറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ 2 വീല് പോകാനുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ വീലും സെറ്റ് ചെയ്യണം. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ബാരിങ് വെച്ചിട്ട് എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6M കമ്പി കയറുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു വാഷർ റൗണ്ടിൽ ഒരു തകടെടുത്തിട്ട് കറക്റ്റ് സൂട്ടബിളായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ക്കും കാര്യങ്ങളെല്ലാം മാറിക്കിട്ടി കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇങ്ങോട്ട് മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ പണി തീരുകയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വിളിച്ചത് നമുക്ക് അതിൻ്റെ കവർ ഉണ്ടാക്കിയെടുക്കണം. കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അലൈൻ ഷീറ്റ് മേടിച്ചിട്ട് അതിൻ്റെ അളവിൽ മുറിച്ചെടുത്തിട്ട് നമ്മളത് ഇതിൻ്റെ ആ ഒരു മൂല കണ്ട് നമ്മളൊരു ചെറിയൊരു നൈഫിനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആംഗിളിൽ ഒടിഞ്ഞ് കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മളൊരു 6 സ്ക്രൂവും വെച്ചുകൊണ്ട് അതിൻ്റെ പണി തീർക്കുകയാണ്. ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ സ്വിച്ചും കൂടി വെച്ചിട്ടുണ്ട് ഓണാക്കാനും ഓഫാക്കാനും. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ അതപ്പോൾ തുറക്കാൻ പറ്റിയ ടൈപ്പിലാണ് നമ്മൾ വെച്ചേക്കണത്. എന്തെങ്കിലും പണി എന്തെങ്കിലും വരണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് 2 മൾട്ടിപുട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒരു L ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തേക്കേണ്ട. അതിൻ്റെ അടിയിൽ അതിൻ്റെ ചെറിയൊരു കാലും വെച്ചിട്ടുണ്ട്. അതൊന്ന് ആ ബോഡിയുമൊന്ന് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഈ ഈർക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊഴി കൂടി ആ ഈർക്കിൽ കയറിപ്പോണം. അതാണ് അതിൻ്റെ അളവ്. അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങിയ താഴ്ന്ന പോയിട്ടുണ്ടെങ്കിൽ ഈർക്കിൽ ഭയങ്കര ജാമായിട്ട് പോകും. അപ്പോൾ അത് വർക്കിംഗ് ആകുമില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈർക്കിൽ നമ്മൾ ഓല അതുമ്മേണ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ബ്ലേഡ് വെക്കേണ്ടത്. ആ ബ്ലേഡിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഈർക്കിൽ പോകേണ്ടത്. എന്നാലും മാത്രമേ ഈ സാധനം വർക്കിംഗ് ആവുള്ളൂ. ആ ബ്ലേഡൊക്കെ ഊരിയെടുക്കുക. അത് മൊത്തത്തിലൊരു നമ്മൾ ഒരു സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചൊക്കെയാണ് ബ്ലേഡ് മാറ്റുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തേക്ക് കൂടി അത് ആ വീല് കറങ്ങുമ്പോൾ വലിച്ചപ്പുറത്തേക്ക് എടുത്താലും ഈ ഈർക്കലും ഓലയിട്ട് മാറി നിന്നോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വെച്ചേക്കണത്. നമ്മുടെ പൊഴി നോക്കണം കറക്റ്റ് ലെവലിൽ വന്നേക്കാണ്. അല്ലെങ്കിൽ അത് ആ മെഷീൻ്റെ വർക്കിംഗ് കറക്റ്റ് ആകില്ല. നമുക്ക് ഓല വെച്ച് നോക്കണ്ട. നല്ല പെർഫെക്റ്റാണ് ഈ സാധനം കട്ടായി പോകുന്നത്. കണ്ട നല്ല സൂപ്പർ എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഭംഗിയായിട്ട് നമുക്ക് ഈർക്കിൽ ഇങ്ങനെ ചീവെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അധികமாக പൈസ തുച്ഛമായ പൈസയിൽ നമ്മൾ ഈ സാധനം ചെയ്തേക്കണത്.
ഇപ്പോൾ ഈ ഓല ചീവിയിട്ട് ഒരു തരി പോലും ഓല അതുമ്മ ഇല്ലട്ടെ. ഈർക്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കൈക്ക് ചീവണോട്ട് തന്നെ ഈ സാധനം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഭംഗിയായിട്ട് ഈ സാധനം ചീവാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഈ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.